ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അതുപോലെ 14-ാം വാക്യം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. ഈ ഭാഗം നമുക്ക് നല്ല സുപരിചിതമാണ്. ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിപ്പാനായിട്ട് പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ കർത്താവ് അവരെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ആ ഭാഗമാണ് ഇവിടെ നമുക്ക് കാണുന്നത്. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിസ്തീരിക്കപ്പെടണമേ. അങ്ങനെ അവരെ പ്രാർത്ഥിപ്പിക്കുവാനായിട്ട് അതിൻ്റെ ഒരു മോഡൽ അവർക്ക് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് പറയുന്നത്. അവിടെ പറഞ്ഞ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ വളരെ പ്രിയ സഹോദരന്മാരെ, ഈ വാക്യം വളരെ അർത്ഥവത്തായ ഒരു വാക്യമാണ്. നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ക്ഷമിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിക്കുക. അങ്ങനെ നമ്മളെ ഉപദ്രവിച്ചവരായിരിക്കാം, നമ്മളെക്കൊണ്ട് ചീത്ത പറഞ്ഞവരായിരിക്കാം, നുണ പറഞ്ഞവരായിരിക്കാം, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പോലും നമ്മെക്കുറിച്ച് പറയുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ള മനസ്സുള്ള വ്യക്തികളുണ്ട്. വിശ്വാസികളിലുമുണ്ട്, അവിശ്വാസികളിലുമുണ്ട്. അങ്ങനെയുള്ള അനേകരുടെ മുമ്പിലാണ് മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ നാം ജീവിച്ചു വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് നമ്മളെക്കുറിച്ച് ചീത്തമായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരത്തിയിട്ടുള്ളവർ ചിലരൊക്കെ കാണും. അപ്പോൾ അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരോടുമായിട്ടുള്ള ഇടപെടൽ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലെ പകയും പ്രയാസവും വിദ്വേഷവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ വരും. നാം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നാം പറഞ്ഞു എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, ഇവിടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കുകയില്ല എന്നുള്ളത് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 14-ാം വാക്യത്തിൽ അത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. വളരെ വളരെ ഗൗരവമായിട്ടുള്ളൊരു വാക്യമാണ്. നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആരോടെങ്കിലും നമുക്ക് വിഷമമുണ്ടെങ്കിൽ, നമ്മളോട് വിഷമമുണ്ടെങ്കിൽ അത് നമ്മൾ ക്ഷമിച്ചിട്ട് വേണം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ. അല്ലാത്ത നമ്മുടെ അനേക പ്രാർത്ഥനകൾ ഉത്തരം കിട്ടാതെ ഇരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള പക അല്ലെങ്കിൽ വിദ്വേഷം, അവരെ ക്ഷമിക്കാത്ത അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നാം ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാൻ സാധിച്ചെന്ന് വരത്തില്ല, എന്നാൽ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിക്കും, അവരെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ സാധിക്കും എന്നല്ല അത് ഇവിടെ ക്ഷമിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അത് നമ്മൾ അവരോട് യഥാർത്ഥമായിട്ട് ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് അവരോട് നമ്മൾ ക്ഷമിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ക്ഷമിക്കാതിരുന്നാൽ കർത്താവ് നാം പാപികളും ദ്രോഹികളുമായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ചു, നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും അവൻ ക്ഷമിച്ചു, നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു. അവൻ താൻ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചത്. നാം നല്ലവരായിരുന്നിട്ടല്ല നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്നു, മറിച്ചോ നാം ദുഷ്ടന്മാരും ദോഷികളുമായിരുന്നപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു, നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുകയാണ്. ആ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കെങ്കിൽ മാത്രമേ അവരുടെ പിഴകളെ നിങ്ങൾ ക്ഷമിച്ചെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയുള്ളൂ എന്ന്. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, അനേകം മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ ഭർത്താവിനോടായിരിക്കാം, മരുമകളോടായിരിക്കാം, അമ്മായിയമ്മയോടായിരിക്കാം, അമ്മായിപ്പനോടായിരിക്കാം, നമ്മുടെ സിസ്റ്റർ ഇൻ ലോസിനോടായിരിക്കാം, നമ്മുടെ സഭയിലുള്ള മൂപ്പന്മാരോടായിരിക്കാം, ആരോടെങ്കിലും നമുക്ക് വൈരാഗ്യം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദോഷം വെച്ച്
പുലർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്, ഞങ്ങളുടെ കടക്കാരോട് അവർ പഠിപ്പിക്കുകയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങനെ ക്ഷമിക്കപ്പെട്ടതായിട്ട് ഇരുന്നുള്ള പ്രാർത്ഥന നമുക്ക് ഉത്തരം കിട്ടും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ വാക്യം പ്രായോഗികമാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ വാക്യത്തിൽ പറയുന്നത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പണ്ട് കാലത്ത് ഇന്നുള്ളതുപോലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കുന്നവരായിരുന്നില്ല നാട് ഭരിച്ചിരുന്നത്. രാജാക്കന്മാരാണ് ഭരണം നടത്തിയിരുന്നത്. അന്ന് കൊലയും യഥേഷ്ടം നടന്നിരുന്നു. പ്രഭുക്കന്മാർ പ്രതാപത്തിനും പ്രശസ്തിക്കും വേണ്ടി മറ്റുള്ളവരെ നിഷ്കരണം വധിച്ചിരുന്നു. ഹെൻറി എന്ന യുവാവിൻ്റെ പിതാവ് മറ്റൊരാളുമായി ഏറ്റുമുട്ടി. ഹെൻറിയുടെ പിതാവിൻ്റെ മരണത്തിലാണ് ആ കലാപം അവസാനിച്ചത്. ഇതിന് പ്രതികാരം ചെയ്യണമെന്ന് ഹെൻറി തീരുമാനിച്ചു. ഒരു ദിവസം ഹെൻറി സുവിശേഷ പ്രസംഗം കേട്ടു. കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ വാക്യവും അവന് മനസ്സിലാക്കി. അവൻ ക്ഷമിച്ചു. അതുകൊണ്ട് അവനൊരു ദൈവത്തിൻ്റെ മകനായി. അവൻ്റെ വൈരാഗ്യമെല്ലാം മാറി. എങ്കിലും ഹെൻറിയുടെ മനസ്സിലുണ്ടായിരുന്ന പകയ്ക്ക് കുറവ് വന്നിരുന്നില്ല. ഒരു ദിവസം പിതാവിൻ്റെ ഘാതകനായ സിംഗിൻ്റെ മകന് അസുഖമായി. ചികിത്സിക്കണമെങ്കിൽ അടുത്ത ഗ്രാമത്തിൽ പോകണം. ഹെൻറിയുടെ വീടിനടുത്തുകൂടിയാണ് പോകേണ്ടിയിരുന്നത്. സിംഗ് എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ച് യാത്രയായി. കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച സിംഗ് തിരികെ വരുമ്പോൾ ഹെൻറിയെ കാണണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഹെൻറിയുടെ പക മാറിയിട്ടില്ല. അവൻ രക്ഷിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ മകനായി എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാലും അവൻ്റെ ഹൃദയത്തിൽ ആ സിംഗിനോടും കുടുംബത്തോടും അത് ക്ഷമിക്കുവാൻ അവൻ സാധിച്ചില്ല. അവൻ്റെ പിതാവിനെ അതിന് പക വീട്ടണമെന്ന് ഹെൻറി വിചാരിച്ചു. അവൻ ദൈവത്തിൻ്റെ മകനാണ്, എന്നാൽ അവൻ്റെ പക മാറിയില്ല. അവനൊരു രാജാവിൻ്റെ പുത്രനായതുകൊണ്ട്, അവൻ നാട്ടുരാജാക്കന്മാരുടെ പുത്രനായതുകൊണ്ട് അവനത് സാധിക്കുമെന്ന് അവൻ വിചാരിച്ചു. എന്നാൽ ഹെൻറിയുടെ പ്രതികാര ചിന്തയ്ക്ക് മാറ്റം വന്നില്ല. കുറേ ആളുകളെ സഹായത്തിനായി ഹെൻറി കരുതിയതിന് ശേഷം സിംഗിനെ ഉപദ്രവിക്കണമെന്ന് തീരുമാനിച്ചു. ആ സമയത്താണ് ഉപദേശി ഹെൻറിയുടെ ഭവനത്തിലെത്തിയത്. ആ വിവരം അദ്ദേഹം അറിഞ്ഞപ്പോൾ ഹെൻറിയോട് പറഞ്ഞു, നിൻ്റെ പ്രതികാര ചിന്ത ഉപേക്ഷിക്കണം. എത്ര പറഞ്ഞിട്ടും ഹെൻറിക്ക് മാറ്റമുണ്ടായില്ല. അവസാനമായി ഉപദേശി പറഞ്ഞു, നമുക്ക് ദൈവത്തോട് ഈ കാര്യം പറയാം. ദൈവം അനുവദിക്കുന്നുവെങ്കിലാകാം. രണ്ടുപേരും മുട്ടുകുത്തി. ഹെൻറിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായി ഉപദേശി പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥിക്കണം. എന്നിട്ട് പറഞ്ഞു, നമുക്ക് കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഈ സെൻറ്റൻസ് ഒന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് ഉപദേശി പറഞ്ഞു കൊടുത്തു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഹെൻറി മൗനം പൂണ്ടു. ഹെൻറിക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ല. ഉപദേശി പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം. അത് നീ മൗനമായിരിക്കുന്ന എന്ത് എന്ന് ചോദിച്ചു. ദൈവത്തിന് അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം അവനോട് പറഞ്ഞു കൊടുത്തു, മനുഷ്യരുടെ പിഴകളെ അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കില്ല എന്ന വാക്യവും ഉപദേശി അവനോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദൈവം ഹെൻറിക്ക് അവൻ്റെ പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിലുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് അവൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവൻ കുറച്ചു നേരം മൗനമായിരുന്നതിന് ശേഷം അവൻ്റെ തെറ്റിനെ ഏറ്റുപറഞ്ഞു. അതിനുശേഷം സിംഗിനോടുള്ള വൈരാഗ്യം മാറ്റിത്തരുവാൻ ദൈവത്തോട് അപേക്ഷിച്ചു. അങ്ങനെ തൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. എത്ര ആനന്ദകരമായ അനുഭവം! സിംഗ് വന്നപ്പോൾ ഹെൻറി അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവർ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ മുഹൂർത്തപ്പെടുത്തി. അവർ സന്തോഷത്തോടുകൂടെ മോൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പ്രിയ സഹോദരിമാരെ, മറ്റുള്ളവരോടുള്ള പക നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ സാധിക്കില്ല. ഹെൻറി ചെയ്തതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഹൃദയം നമുക്ക് ലഭിക്കുന്നതിന് പ്രാർത്ഥനയിൽ പോരാടാം. മറ്റുള്ളവരെ സ്നേഹിക്കാം. കൂട്ടുകാരനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നമ്മൾ കാണുന്ന കൂട്ടുകാരനെ സ്നേഹിക്കാൻ കഴിയാത്തവർക്ക് കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പകയുണ്ടെങ്കിൽ ആ പക മാറ്റിക്കളഞ്ഞ്, ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അത് മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് അവരെ സ്നേഹിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ആദ്യമായിട്ട് നാം ദൈവത്തെ സ്നേഹിക്കണം. അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ച് അങ്ങനെ അവൻ സ്നേഹം പ്രദർശ്യമാക്കി. അതുകൊണ്ട് നാമും ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ
നാം അന്യോന്യം സ്നേഹിക്കേണ്ടത് ആവശ്യമാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തെ 4:12 വാക്യത്തിൽ പറയുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മൾ തികഞ്ഞിരിക്കുന്നു. അങ്ങനെ ദൈവത്തെ അന്യോന്യം സ്നേഹിക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തികഞ്ഞിരിപ്പാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.